ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. ന്യൂ SCERT ടെക്സ്റ്റ് പ്രകാരമാണ് ഈ ക്ലാസ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് കാണുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കൃതിയാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ആരെഴുതിയതാണ്? ജവഹർലാൽ നെഹ്റു എഴുതിയ കൃതിയാണ്. അപ്പോൾ ആ കൃതിയിലെ ഒരു പോർഷനിൽ പറയുന്ന ഒരു സ്ഥലമാണ് സൗത്ത് കെൻസിങ്ടൺ. സൗത്ത് കെൻസിങ്ടൺ എന്ന് പറയുന്നത് ലണ്ടനിലെ ഒരു സ്ഥലമാണ്. ആ രണ്ട് പ്ലേസും ആ കൃതിയിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നമ്മളതെന്തായാലും പഠിച്ചിരിക്കണം. അപ്പം സൗത്ത് കെൻസിങ്ടൺ എന്ന് പറയുന്നത് ലണ്ടനിലെ ഒരു സ്ഥലമാണ്. അപ്പം ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് നമുക്ക് ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചു പോകാം. ഫസ്റ്റ് പറയുന്നത് മനുഷ്യർ ഉപകരണം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചരിത്രത്തെ തരംതിരിച്ചിരിക്കുന്നത്? മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാനവ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നത്. മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഏതൊക്കെ കാലഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? ഈ കാലഘട്ടങ്ങൾ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ശിലായുഗമെന്നും പിന്നെ ലോകയുഗമെന്നും. ശിലായുഗമെന്നും ലോകയുഗമെന്നും. ശിലായുഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോൺ ഏജ്, ലോകയുഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റൽ ഏജ്. ഈ ശിലായുഗം തന്നെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്ന് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രാചീനം, മധ്യം, നവീന ശിലായുഗം. ഈ ലോകയുഗം വെങ്കലയുഗമെന്നും ഇരുമ്പ് യുഗമെന്നും തിരിച്ചിട്ടുണ്ട്. ശിലായുഗം നമ്മൾ പാലാലിത്തിക് ഏജ് എന്നും മെസോലിത്തിക് ഏജ് എന്നും നിയോലിത്തിക് ഏജ് എന്നും, അതുപോലെ തന്നെ ലോഹയുഗം നമ്മൾ ബ്രോൺസ് ഏജ് എന്നും അതേപോലെ തന്നെ അയൺ ഏജ് എന്നും രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ മാനവ ചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തെയാണ് ശിലായുഗമെന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, നമ്മുടെ മാനവ ചരിത്രത്തിൻ്റെ ആദ്യഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ശിലായുഗമെന്ന് നമുക്ക് ആൻസർ ചെയ്യാം. ആ കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായി നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കല്ലുകൊണ്ടാണ്. അതിനാൽ ചരിത്രകാരൻ ആ ഘട്ടത്തെ ശിലായുഗമെന്ന് വിശേഷിപ്പിച്ചത്. ശിലായുഗമെന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? ആ കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായി നിർമ്മിച്ചത് കല്ലുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ ഘട്ടത്തെ നമ്മൾ ശിലായുഗമെന്ന് വിശേഷിപ്പിച്ചത്. കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കിയ ശിലായുഗത്തെ പ്രാചീന ശിലായുഗമെന്നും മധ്യശിലായുഗമെന്നും നവീന ശിലായുഗം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. പ്രാചീന ശിലായുഗം, പാലിയോലിത്തിക് ഏജ്. പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത. എന്താണ് പ്രധാന സവിശേഷത? പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗത്തിൻ്റെ പ്രധാന സവിശേഷത. പാലിയോസ്, ലിത്തോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. അപ്പം പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത് പാലിയോസും ലിത്തോസും എന്ന ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്. പാലിയോസ് എന്ന് വെച്ചാൽ പ്രാചീനം, ലിത്തോസ് എന്ന് വെച്ചാൽ ശില. അങ്ങനെയാണ് പ്രാചീന ശിലായുഗം എന്ന് ഉണ്ടായത്. ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാന ഘട്ടങ്ങളാണ് ഉള്ളത്. പ്രാചീന ശിലായുഗത്തിൽ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാന ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന് പ്രയോജനപ്പെടുത്തൽ, യൂട്ടിലൈസേഷൻ. ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രയോജനപ്പെടുത്തൽ. പ്രയോജനപ്പെടുത്തൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഭ്യമായ കല്ലുകളെ അതേ രൂപത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് പ്രയോജനപ്പെടുത്തൽ. രണ്ടാമത്തെയാണ് രൂപമാറ്റം വരുത്തൽ, ഫാഷനിങ്. ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് രൂപമാറ്റം വരുത്തൽ. അപ്പോൾ നമുക്ക് കല്ലുകളെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് ഫാഷനിങ്. പിന്നെ ക്രമവൽക്കരണം, സ്റ്റാൻഡേർഡൈസേഷൻ. ഓരോ ആവശ്യത്തിനും വേണ്ടി പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ക്രമവൽക്കരണം. നമ്മുടെ ഓരോ ആവശ്യത്തിനും വേണ്ടിയിട്ട് പ്രത്യേകം തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ക്രമവൽക്കരണം. അപ്പം 3 ഇതുണ്ട്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? പ്രയോജനപ്പെടുത്തൽ. അപ്പം ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രയോജനപ്പെടുത്തൽ.
രണ്ടാമത്തേത് രൂപമാറ്റം വരുത്തൽ. ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് രൂപമാറ്റം വരുത്തൽ. മൂന്നാമത്തെയാണ് ക്രമവൽക്കരണം. ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ക്രമവൽക്കരണം. അടുത്ത പറയുന്നത് പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യൻ ഉപയോഗിച്ച വ്യത്യസ്ത ഉപകരണങ്ങളാണ് ഉരുളൻ കല്ലുപകരണങ്ങൾ, ദ്വിമുഖ മാതൃശിലാ ഉപകരണങ്ങൾ, ചീളുപകരണങ്ങൾ. അപ്പോൾ ഏതൊക്കെ കല്ലുകളാണ്? ഉരുളൻ കല്ലുപകരണങ്ങൾ, ദ്വിമുഖ മാതൃശിലാ ഉപകരണങ്ങൾ, ചീളു ഉപകരണങ്ങൾ. ഒരു കഷ്ണം കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിലെ ഏറ്റവും വലിയ കഷ്ണത്തെയാണ് മാതൃശില അല്ലെങ്കിൽ കോർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു കഷ്ണം കല്ലിനെ നമ്മൾ പൊട്ടിച്ച് രണ്ടോ മൂന്നോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിലെ ഏറ്റവും വലിയ കഷ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാതൃശില എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും ചെറിയ കഷ്ണത്തെയാണ് നമ്മൾ ചീളുകളെന്നും വിളിക്കുന്നത്. ഏറ്റവും വലിയ കഷ്ണത്തെ മാതൃശില എന്നും ഏറ്റവും ചെറിയ കഷ്ണങ്ങളെ കൽച്ചിലകളെന്നും നമ്മൾ വിളിക്കുന്നു. മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയെ മാതൃശിലാ ഉപകരണങ്ങളെന്നും കൽച്ചീലുകൾ കൊണ്ട് നിർമ്മിക്കുന്നവയെ കൽച്ചീൽ ഉപകരണങ്ങളെന്നും വിളിക്കുന്നു. മാതൃശില കൊണ്ട് നിർമ്മിക്കുന്നവയെ മാതൃശിലാ ഉപകരണങ്ങളെന്നും കൽച്ചീൽ കൊണ്ട് നിർമ്മിക്കുന്നവയെ കൽച്ചീൽ ഉപകരണങ്ങളെന്നും വിളിക്കുന്നു. പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു പ്രാചീന ശിലായുഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ആയുധങ്ങളും ഉപകരണങ്ങളുമാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നതെന്ന്. പക്ഷേ ഇതിൻ്റെ അവസാന ഘട്ടങ്ങളായപ്പോൾ നമ്മൾ അസ്ഥി കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും മനുഷ്യർ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇതിൽ പറയുന്നത് കുറച്ച് ചിത്രങ്ങളാണ്. പ്രാചീന ശിലായുഗത്തിലെ ചിത്രങ്ങൾ അത് ഏതൊക്കെ രാജ്യത്തു നിന്നാണ് കണ്ടെത്തിയതെന്ന്. ഷോവെ ഫ്രാൻസിൽ നിന്ന്, ലാസ്കോ ഫ്രാൻസിൽ നിന്ന്, ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം സറായിസ് റഷ്യയിൽ നിന്ന്, കുസാക്ക് ഫ്രാൻസിൽ നിന്ന്, പിന്നെ ലാഗർമ സ്പെയിനിൽ നിന്ന്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാം. ഷോവെ ഫ്രാൻസ്, ലാസ്കോ ഫ്രാൻസ്, അതുപോലെ തന്നെ കുസാക്കും ഫ്രാൻസ്. ഷോവയും ലാസ്കോയും കുസാക്കും ഫ്രാൻസിൽ, അതുപോലെ തന്നെ സറായിസ് റഷ്യയിൽ, ലാഗർമ സ്പെയിനിൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൊത്തത്തിൽ നമുക്ക് പ്രാചീന ശിലായുഗത്തിൻ്റെ പ്രത്യേകതകൾ, വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പരിക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചവരായിരുന്നു. അതുപോലെ തന്നെ വേട്ടയാടൽ, ശേഖരണം എന്നിവയായിരുന്നു ഉപജീവന മാർഗങ്ങൾ. ബാൻഡുകൾ, പറ്റങ്ങളായിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. അതുപോലെ തന്നെ പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല. നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പ്രത്യേകത എന്തായിരുന്നു? പരിക്കൻ കല്ലുപകരണങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു. വേട്ടയാടൽ, ശേഖരണം എന്നിവയായിരുന്നു ഉപജീവന മാർഗങ്ങൾ. ബാൻഡുകൾ, പറ്റങ്ങളായിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല. നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്. ഇതിനകത്ത് നമ്മൾ ബാൻഡുകൾ എന്ന് പറഞ്ഞിരുന്നു. ബാൻഡുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ എന്ന് പറയുന്നത്. രക്തബന്ധങ്ങളാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളെയാണ് ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങൾ എന്ന് നമുക്ക് പറയാം. നമ്മൾ പ്രാചീന ശിലായുഗം കഴിഞ്ഞു. ഇനി അടുത്ത് പറയുന്നതാണ് മധ്യശിലായുഗം. ഏതാണ്? മധ്യശിലായുഗം, മെസോലിത്തിക് ഏജ്. പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഘട്ടമാണ് മധ്യശിലായുഗം. അപ്പം പ്രാചീന ശിലായുഗത്തിൽ നിന്ന് ഏതാണ്? നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഘട്ടത്തെയാണ് നമ്മൾ മധ്യശിലായുഗം എന്ന് പറയുന്നത്. മെസോസ്, ലിത്തോസ് എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസോലിത്തിക് എന്ന പദം ഉടലെടുത്തത്. അപ്പോൾ രണ്ടും എന്താണ്? ഗ്രീക്ക് പദമാണ്. മെസോസ് എന്ന് വെച്ചാൽ മദ്യം, ലിത്തോസ് എന്ന് വെച്ചാൽ എന്താണ്? ശില എന്ന 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസോലിത്തിക് എന്ന പദം ഉടലെടുത്തത്. ശിലായുഗത്തിലെ ഉപകരണങ്ങളും മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നവയേക്കാൾ ചെറിയ ഉപകരണങ്ങളാണ് ഏതിലുപയോഗിക്കുന്നത്? മധ്യശിലായുഗത്തിൽ ഉപയോഗിക്കുന്നത്.
മൈക്രോലിത്തുക്കൾ അഥവാ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ്. ഇതിലെന്താണ്, സൂക്ഷ്മശിലകളാണ് എന്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത്. മധ്യശിലായുഗത്തിലെ മധ്യപ്രദേശിലെ ഭിംബേട്ക, ലഗ്ജാവോർ, കഥോഡിയ എന്നീ ഗുഹാകേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികൾ ആദിമ മനുഷ്യൻ്റെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പം മധ്യപ്രദേശിലെ ലിംബേട്ക ഏറ്റവും റിപ്പീറ്റായി വന്നൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ലഗ്ജാവോർ, കഥോഡിയ. അപ്പോൾ അത് നമ്മൾ മൂന്നും പഠിക്കണം. എവിടെയുള്ളതാണ്, മധ്യപ്രദേശിലെ ഗുഹാകേന്ദ്രങ്ങളാണ് ഏത്, ഭിംബേട്ക, ലഗ്ജാവോർ, കഥോഡിയ. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈക്രോലിത്തുക്കൾ അഥവാ സൂക്ഷ്മശിലായുധങ്ങളുടെ ഉപയോഗം, അതുപോലെ തന്നെ വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗവുമാക്കി. പ്രാചീന ശിലായുഗത്തിൽ വേട്ടയാടലും അതുപോലെ തന്നെ ശേഖരണവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനകത്ത് മീൻപിടുത്തവും ഉപജീവന മാർഗമാക്കി. മൃഗങ്ങളെ ഇണക്കി വളർത്തലിൻ്റെ സൂചനകൾ, അതേപോലെ തന്നെ വിനോദങ്ങൾ, ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം എന്നിവയൊക്കെയാണ് പ്രധാന മധ്യശിലായുഗത്തിൻ്റെ സവിശേഷതകൾ. എന്തൊക്കെയാണ്, സൂക്ഷ്മശിലായുധങ്ങളുടെ ഉപയോഗം, വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗമാക്കി, മൃഗങ്ങളെ ഇണക്കി വളർത്തലിൻ്റെ സൂചനകൾ, വിനോദങ്ങൾ, ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മധ്യശിലായുഗത്തിൻ്റെ കേന്ദ്രങ്ങളാണ് സ്റ്റാർക്കർ ഇംഗ്ലണ്ടിൽ, അതുപോലെ തന്നെ ഫാഹിയാൻ ഗുഹ ശ്രീലങ്കയിൽ, സരൈനാഹറായി ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. നമുക്ക് ഈ കേന്ദ്രങ്ങൾ ചോദിച്ചിട്ട് അതേത് രാജ്യത്താണെന്ന് ചോദിക്കണം. അപ്പോൾ സ്റ്റാർക്കർ ഇംഗ്ലണ്ടിൽ, ഫാഹിയാൻ ഗുഹ ശ്രീലങ്കയിൽ, സരൈനാഹറായി ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ. അതിൻ്റെ അകത്ത് സ്റ്റാർക്കറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുഗത്തിലെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണ് ഇത്, സ്റ്റാർക്കർ. അപ്പം ഇങ്ങനെ ചോദിക്കാൻ വേണമെങ്കിൽ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുഗത്തിലെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണെന്ന് എഴുതി വെച്ച് നമ്മൾ പറയണം, സ്റ്റാർക്കർ എന്ന് പറയണം. ജൈവാവശിഷ്ടങ്ങളുടെ സാന്നിധ്യമാണ് ഈ കേന്ദ്രത്തിൻ്റെ പ്രധാന സവിശേഷത. ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യകാല മരപ്പണിയുടെ തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആദിമ മനുഷ്യർ ഈ പ്രദേശത്തെ താൽക്കാലിക വാസസ്ഥലമായി ഉപയോഗിച്ചിരുന്നു. അടുത്തത് സരൈനാഹറായി ഇന്ത്യയിലെ ഒരു മധ്യശിലായുഗ കേന്ദ്രമാണ്. ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിലെ ഓക്സ്ബോ തടാകക്കരയിലാണ് സരൈനാഹറായി സ്ഥിതി ചെയ്യുന്നത്. മധ്യശിലായുഗത്തിൻ്റെ പ്രധാന സവിശേഷതയായ മൈക്രോലിത്തുകൾ ഇവിടെ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം സരൈനാഹറായി എന്ന് പറയുന്നത് ഏത് തടാകത്തിനടുത്തുള്ളതാണ്, ഓക്സ്ബോ തടാകത്തിനടുത്തുള്ളതാണ്. അതുപോലെ തന്നെ ഏത് ജില്ലയിലാണ്, പ്രതാപ് നഗറിലാണ്, ഉത്തർപ്രദേശിലാണ് സരൈനാഹറായി ഉള്ളത്. ഇവിടെ നിന്ന് ലഭിച്ചുള്ള ഉയരമുള്ള മനുഷ്യരുടെ അസ്ഥികൾ വളരെ പ്രധാനപ്പെട്ട പുരാവസ്തുവിന് തെളിവാണ്. അതുപോലെ തന്നെ ഇതിൽ പുരുഷന്മാരുടെ ഉയരം 1800 സെൻറ്റിമീറ്ററും സ്ത്രീകളുടെ ഉയരം 170 സെൻറ്റിമീറ്ററുമാണ്. പിന്നെ ഇവരുടെ വേട്ടയാടലിനും അമ്പും വില്ലും ഉപയോഗിച്ചതായി കരുതുന്നു. വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്നു. അപ്പം മധ്യശിലായുഗത്തിൽ പ്രധാനപ്പെട്ടത് പറയാനുള്ള ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് നവീന ശിലായുഗമാണ്. അത് നമ്മൾ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് പറഞ്ഞത് നമ്മൾ പ്രാചീന ശിലായുഗവും മധ്യശിലായുഗവുമാണ്. ഇനി പറയാനുള്ളത് വെങ്കലയുഗവും ഇരുമ്പ് യുഗവും അതുപോലെ തന്നെ നവീന ശിലായുഗവുമാണ്. അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതി എഴുതിയത് നെഹ്റു ആണ്. അതിൽ പറയുന്നൊരു സ്ഥലമാണ് സൗത്ത് കെൻസിങ്ടൺ, അത് ലണ്ടനിലാണ്. അതുപോലെ തന്നെ എന്താണ്, മാനവ ചരിത്രത്തെ നമ്മൾ വിവിധ ഘട്ടങ്ങളായി തിരിച്ചിരുന്നു. അത് നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാലഘട്ടങ്ങളായി തിരിച്ചത്. അത് ശിലായുഗവും ലോകയുഗവും എന്ന് തിരിച്ചു. ശിലായുഗം പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം നവീന ശിലായുഗം എന്നും, അതുപോലെ തന്നെ ലോകയുഗം വെങ്കലയുഗമെന്നും ഇരുമ്പ് യുഗമെന്ന് രണ്ടായിട്ട് തിരിച്ചു. ആദ്യം പറയുന്നത് പ്രാചീന ശിലായുഗത്തെക്കുറിച്ചാണ്. പ്രാചീന ശിലായുഗത്തിൽ പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അതിലുപയോഗിച്ചിരുന്ന കല്ലുകൾ, അതേപോലെ തന്നെ മാതൃശില എന്താണെന്നും കൽച്ചീളുകൾ എന്താണെന്നും
അതേപോലെ തന്നെ അവിടെ ഇമ്പോർട്ടൻ്റായി പഠിച്ചിരുന്നത് ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ അല്ലെങ്കിൽ പിന്നെ കൽശില്പങ്ങളാണ്. അതൊക്കെ എവിടെയാണെന്ന് നമ്മൾ പഠിച്ചു. ഷോവേ എന്ന് വെച്ചാൽ ഷോവേ, ലാസ്കോ, കുസാക്കൊക്കെ ഫ്രാൻസിലാണ്. പിന്നെ അതുപോലെ തന്നെ സറായിസ് റഷ്യയിലും ലാഗർമ സ്പെയിനിലുമാണ്. പിന്നെ പഠിച്ചത് പ്രാചീന ശിലായുഗത്തിൻ്റെ സവിശേഷതകളാണ്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഏതെങ്കിലും സവിശേഷതകൾ തന്നിട്ട് അത് ഏത് ശിലായുഗമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. പ്രാചീന ശിലായുഗത്തിൽ പരുക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു. വേട്ടയാടൽ, ശേഖരണങ്ങൾ എന്നിവയായിരുന്നു ഉപജീവന മാർഗങ്ങൾ. ബാൻഡുകളായിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല. നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്. എന്നിട്ട് നമ്മൾ ബാൻഡുകൾ എന്താന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് പറയുന്നത് മധ്യശിലായുഗമാണ്. മധ്യശിലായുഗത്തിൽ നിന്ന് പ്രാചീന ശിലായുഗത്തിൽ നിന്ന് മധ്യശിലായുഗത്തിലേക്കുള്ള നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനമാണ് എന്ത് മധ്യശിലായുഗം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ചെറിയ സൂക്ഷ്മ ശിലകളാണ് നമ്മൾ മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ഭീംബേട്ക, ലഗ്ജാവോർ, കഥോഡിയ എന്നൊക്കെ പറയുന്ന ഗുഹാകേന്ദ്രങ്ങൾ എവിടെയാണ്? മധ്യപ്രദേശിൽ ആണ്. അതുപോലെ തന്നെ മധ്യശിലായുഗത്തിലെ സവിശേഷതകളാണ് സൂക്ഷ്മശിലായുധങ്ങളുടെ ഉപയോഗം. പിന്നെ വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗമാക്കി. മൃഗങ്ങളെ ഇണക്കി വളർത്തലിൻ്റെ സൂചനകൾ, വിനോദങ്ങൾ, ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം എന്നിവയാണ് മധ്യശിലായുഗത്തിൻ്റെ പ്രധാന സവിശേഷതകളും. അത് കഴിഞ്ഞിട്ട് പഠിച്ചത് മധ്യശിലായുഗ കേന്ദ്രങ്ങൾ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു കേന്ദ്രം തന്നിട്ട് അത് എവിടെയാണെന്ന് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാർക്കർ ഇംഗ്ലണ്ടിലാണ്. ഫാഹിയാൻ ഗുഹ ശ്രീലങ്കയിലാണ്. സരൈനാഹറായി എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഉത്തർപ്രദേശിലാണ്. അത് ഓസ്കോ തടാകത്തിന് അടുത്തുള്ളൊരു സ്ഥലമാണ്. സ്റ്റാർക്കർ എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയ മധ്യശിലായുഗത്തിലെ ഒരു തുറസായ അധിവാസ കേന്ദ്രമാണ് സ്റ്റാർക്കർ. സരൈനാഹറായി എന്ന് വെച്ചാൽ എന്താണ്? ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ജില്ലയിലെ ഓസ്കോ തടാകക്കരയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സരൈനാഹറായി. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നവീന ശിലായുഗം തൊട്ട് നമ്മൾ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ് കറക്റ്റായിട്ട് കാണുക. എല്ലാവരും നോട്ട് കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു.